ഈ സ്ഥലത്ത് ഇപ്രകാരം കടന്നു വരുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്നത്തെ കൺവെൻഷൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, അതുപോലെ തന്നെ ഈ കൺവെൻഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ബഹുമാന്യ ബിഷപ്പ്, അതുപോലെ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകിച്ച് ഈ ഈസ്റ്റർ സുദിനത്തിൽ ഞാൻ അറിയിക്കട്ടെ. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇതിനു മുൻപ് ഞാൻ ഇവിടെ വന്നത് 2006 ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്. 20 വർഷം ഇവിടെ ആയിരുന്നു എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. അത് ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു 25 വർഷമായിട്ട് ശുശ്രൂഷിച്ചത്. ഞാൻ ഡൽഹിയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലേക്ക് വരികയും ഇപ്പോൾ കേരളത്തിൽ ആകുന്നു പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നു. നിങ്ങളിൽ പലരും അറിയുന്നത് പോലെ റേഡിയോയിലൂടെ ഏതാണ്ട് 35 വർഷം ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ റേഡിയോക്കാൾ കൂടുതൽ പ്രചാരത്തിലുള്ള മാധ്യമങ്ങൾ ഉള്ളതിനാൽ അതിലൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടി ഈ ബൈബിൾ സ്റ്റഡികൾ മുഴുവനും, നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ഓരോന്നിലും ഓരോ അധ്യായങ്ങളും ഓരോ വാക്യങ്ങളും എടുത്ത് പഠിപ്പിക്കുന്ന ഒരു പഠന പരമ്പരയാണത്. 5 വർഷം കൊണ്ടാണ് ഈ പഠനം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സ്വാഗതം ചെയ്ത പ്രിയ സാർ ഓർപ്പിച്ചതുപോലെ നിങ്ങളെല്ലാവരും അത് കേൾക്കുവാനായിട്ട് സമയമെടുക്കണം. യൂട്യൂബിലുണ്ട്, ടി വിയിലുണ്ട്. അത് ടി വിയിലെ പവർ വിഷനിലെ വൈകുന്നേരം 6:30 മണിക്കും ഫ്ലവേഴ്സ് ടി വിയിലെ രാവിലെ 7 മണിക്കും നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസ് കേൾക്കുവാൻ സാധിക്കും. ദൈവവചന പഠനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴും സാധാരണ പ്രസംഗകരെക്കാൾ വ്യത്യസ്തമായി ഒരു പഠന ശൈലിയായിരിക്കും. കാരണം 10-40 വർഷമായിട്ട് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺവെൻഷൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക വിധമുണ്ട്, പ്രസംഗിക്കുന്ന വിധം. അതിൽ നിന്ന് ഞാൻ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്, അല്ലാതെ അബദ്ധത്തിൽ വന്നതല്ല. കാരണം ദൈവവചനം പഠിപ്പിക്കുക. 71 വർഷം മുൻപ് ഇവിടെ കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ അവിടെ അതിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, ജനം ദൈവവചനം അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിച്ചത്. വളരെയധികം അധ്വാനം ഇതിൻ്റെ പിൻപിലുണ്ട്. ഒരുപാട് പണച്ചെലവുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിൻപിൽ. ഈ കൊയറൊക്കെ ഇത്ര ഭംഗിയായും ഇത്രയും പാടി കാര്യങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഫലം എന്ന് പറയുന്നത് കേൾക്കുന്നവർ ദൈവവചനം കൂടുതലായി പഠിക്കുന്നു എന്നതിൽ മാത്രമാണ്. കൺവെൻഷൻ ഒരു വിനോദോപാധിയല്ല. കൺവെൻഷൻ എന്ന് പറയുന്നത് ദൈവവചന പഠനത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചതാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരുപാട് പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ വർഷത്തെ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കാം. ഈസ്റ്റർ ദിനമാണല്ലോ. ഈസ്റ്റർ ദിനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്ന ദിവസം. ഈസ്റ്റർ ദിവസം കർത്താവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ്. ഏറ്റവും വലിയ സംഭവം നടന്ന ദിവസം നാം കൊണ്ടാടുകയാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അത് ഏറ്റവും വലിയ സംഭവമാണ്. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണല്ലോ വാസ്തവത്തിൽ 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. 89 അധ്യായങ്ങളിൽ യേശുവിൻ്റെ ജീവചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതുമ്പോൾ ഈ 4 സുവിശേഷങ്ങളിലുമായി 89 അധ്യായങ്ങളുണ്ട്. ഈ 89 അധ്യായങ്ങളിൽ
4 അധ്യായങ്ങളിൽ മാത്രമേ ആദ്യത്തെ 30 വർഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നുള്ളൂ. 4 അധ്യായം മാത്രമേ 30 വർഷത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ. വെറും 4 അധ്യായം. 85 അധ്യായങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബാക്കിയുള്ള 3 വർഷത്തെ ശുശ്രൂഷയെക്കുറിച്ചാണ്. അതിൽ തന്നെ 27 അധ്യായങ്ങൾ സംസാരിക്കുന്നത് ഒടുവിലത്തെ 8 ദിവസത്തെ സംഭവിക്കുന്ന വിവരം മാത്രമാണ്. 27 അധ്യായങ്ങൾ. അപ്പം ബൈബിളിലെ തന്നെ 4000 വർഷത്തെ ചരിത്രമാണ് ബൈബിളിലുള്ളത്. ബൈബിളിലെ തന്നെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ്, അതിൻ്റെ ക്ലൈമാക്സാണ് വാസ്തവത്തിൽ നാം ഇന്ന് കൊണ്ടാടുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നെടുംതൂണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ്. ഞാനങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ഈ ഉയർത്തെഴുന്നേൽപ്പ് ബൈബിളിൽ പറയുന്നത് പോലെ സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ അത് ക്രിസ്തീയത്വത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആയിരുന്നു ആദിമ അപ്പോസ്തലന്മാരും പ്രസംഗകരും എല്ലാം പ്രസംഗിച്ചത്. അവരാണ്ടിലൊരിക്കലല്ല അത് പ്രസംഗിച്ചത്, എല്ലാ പ്രസംഗത്തിലും അവരുടേത് അതായിരുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. മറ്റെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ മറ്റു മതങ്ങൾക്ക് അവകാശപ്പെടാം. മനുഷ്യാവതാരം മറ്റു മതങ്ങൾക്ക് അവകാശപ്പെടാം, മരണം മറ്റു മതങ്ങൾക്ക് അവകാശപ്പെടാം, നല്ല പഠിപ്പീര് മറ്റു മതങ്ങൾക്ക് അവകാശപ്പെടാം, നല്ല അത്ഭുത പ്രവർത്തനങ്ങൾ മറ്റു മതങ്ങൾക്ക് അവകാശപ്പെടാം. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് വരുമ്പോൾ ലോകചരിത്രത്തിൽ വേറെ ഒരു വ്യക്തിക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത ഒന്നാകുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുന്നു, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു. പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഈ പറയുന്ന വിശ്വാസമെന്ന് പറയുന്നത് മുഴുവൻ അത് പ്രയോജനരഹിതം, വ്യർത്ഥമാകുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തുത, ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ ആദ്യ ദിവസം തൊട്ടേ പരിശ്രമമുണ്ട്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നു. 3 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറികളാണ് അതിൻ്റെ പിൻപിലുള്ളത്. ഒന്നാമത്തെ തിയറി ഇംഗ്ലീഷിൽ പറയും സൂൺ തിയറി എന്ന് പറയും. സൂൺ തിയറി എന്ന് പറഞ്ഞാൽ അത് ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ അവൻ മരിച്ചില്ല, അവന് ഈ പുളിച്ച വീഞ്ഞ് കുടിച്ചപ്പോൾ അവൻ മയങ്ങിപ്പോയി, ബോധക്ഷയം സംഭവിച്ചു. അത് കഴിഞ്ഞ് അവനെ കൊണ്ടുവന്ന് കല്ലറയിൽ വെച്ച് അവിടുത്തെ കുന്തുരുക്കവും അവിടുത്തെ ഈ നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നപ്പോൾ അവൻ റിവൈവ് ഉണർന്നിട്ട് അവൻ കല്ല് നീക്കി അവിടെ നിന്ന് എഴുന്നേറ്റു, നടന്ന് നമ്മുടെ കാശ്മീരി വന്നു. അവിടെ ഒരു പെണ്ണൊക്കെ കെട്ടി, അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായി. ആ കല്ലറ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന്. ഈ പറയുന്ന പാർട്ടികളെ ആരെയെങ്കിലും യേശു അനുഭവിച്ചതായിട്ടുള്ള ആ ക്രൂശ് മരണത്തിലൂടെ എത്ര മണിക്കൂറുണ്ടെന്ന് 24 മണിക്കൂറോളം അവനെ മനുഷ്യനല്ല എന്ന് തോന്നത്തക്കവണ്ണം അടിച്ച് അവനെ മുറിവേൽപ്പിച്ച് ആകെ പ്രശ്നമായി ഒടുവിൽ 6 മണിക്കൂർ ക്രൂശിൽ കിടന്നിട്ട്, ഈ 6 മണിക്കൂർ ക്രൂശിൽ കിടന്നിട്ട് ഏറ്റവും ഒടുവിൽ യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഒരു പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഒരു തുള്ളി രക്തവുമില്ലായിരുന്നു. രക്തവും വെള്ളവും രക്തമെന്നല്ല പറയുന്നത്, രക്തവും വെള്ളവും വെളിയിൽ വന്നു. അപ്പം ഈ സമർത്ഥിക്കുന്ന ആളുകൾ ഒരു തുള്ളി രക്തവുമില്ലാതെ ജീവിക്കുമെന്നാണോ പറയുന്നത്? മണ്ടത്തരത്തിൻ്റെ അങ്ങേയറ്റമില്ലേ? അത് തെളിയിച്ചതാണ്. പക്ഷെ ഇന്നും പലരും കൊണ്ടു നടക്കുന്ന ഒരു വസ്തുത അതാ, യേശു മരിച്ചില്ലായിരുന്നു. വേറെ കുറേ പേര് പറഞ്ഞു യേശു മരിച്ചതായിരുന്നു, പക്ഷേ അവൻ്റെ ശരീരം ആരോ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് ആരോ തട്ടിക്കൊണ്ടുപോയി. കിഡ്നാപ്പിംഗ് തിയറി എന്നതിന് പറയുന്നത്. യേശുവിൻ്റെ ശരീരം ആരോ തട്ടിക്കൊണ്ടുപോയി. അപ്പം ചോദിച്ചു, ആരാ തട്ടിക്കൊണ്ടുപോയത്? അപ്പം ആദ്യം പറഞ്ഞ അവൻ്റെ ശിഷ്യന്മാരാ. അപ്പോൾ പറഞ്ഞു, മണ്ടത്തരം പറയരുത്. ഈ 12 ശിഷ്യന്മാരും
യൂദാ മാറിയിരിക്കട്ടെ, 11 പേരും അവർ എല്ലാവരും രക്തസാക്ഷികളായതാണ്. ഒരു കള്ളത്തിന് വേണ്ടി മനുഷ്യൻ രക്തസാക്ഷിയാകുമോ? ഇല്ലില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞേനേയും ഇതായിരിക്കുന്നു ശരീരം ഞങ്ങൾ കട്ടെടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ലില്ല, ശത്രുക്കളാണ് അത് മോഷ്ടിച്ചത് എന്ന്. അപ്പോൾ ശത്രുക്കളെ മോഷ്ടിച്ചതെങ്കിൽ ഈ ശിഷ്യന്മാർ നാട് നീളെ നടന്ന് പ്രസംഗിച്ചപ്പം ഈ ബോഡി കൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നല്ലോ, ഇതായിരിക്കുന്നു നിങ്ങൾ കള്ളത്തരം പറയുകയാണെന്ന്. ആർക്കും സാധിച്ചില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ്. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഹലൂസിനേഷൻ തിയറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മതിഭ്രമമുണ്ടായി. ഈ ശിഷ്യന്മാർക്ക് മതിഭ്രമമുണ്ടായി. മതിഭ്രമം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അതാണ് ഈ മതിഭ്രമം എന്ന് പറയുന്നത്. ഇവരെ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് അവൻ പോയി, ഇനിയിപ്പം യേശു ഇപ്പോൾ വരും എന്ന് ചിന്തിച്ചിരുന്നു. വന്നതൊക്കെ യേശു എന്ന് തോന്നി. അതാണ് വീണ്ടും മഠേത്തരം. ഒരാൾക്കോ 2 പേർക്കോ 10 പേർക്കോ മതിഭ്രമം ഉണ്ടാകാം. 500 പേർക്ക് ഒരു സമയത്ത് എങ്ങനെയാണ് മതിഭ്രമം ഉണ്ടാകുന്നത്? 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുന്നു. അപ്പം ആ തിയറിയും വെളിയിലാണ്. അപ്പം ഒരു തിയറിയും ഇന്നുവരെ, ഒരു സിദ്ധാന്തങ്ങളും ഇന്നുവരെ യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ പര്യാപ്തമായിട്ടില്ല, ഇന്നുവരെ ആയിട്ടില്ല. ഓക്കെ, ക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു വാസ്തവമായി ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെയും എൻ്റെയും ആത്മീയ വളർച്ച. ഇതിനെ നമുക്ക് സാരമില്ല, അവഗണിക്കാനായിട്ട് നമുക്ക് പാടില്ല. ഈ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയുണ്ടാകുന്നുള്ളൂ. ക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ മുഴുവൻ വിശുദ്ധ പൗലോസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിസ്തു മരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മളൊക്കെ കള്ളം പറയുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ ലോകത്തിന് പ്രതീക്ഷയില്ല. അവൻ പറയുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതെങ്ങനെ അറിയുന്നത്? ഈ യാഥാർത്ഥ്യം, ഈ വസ്തുത എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിനൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? ദൃക്സാക്ഷികളുടെ വിവരണം. അത് നേരിട്ട് കണ്ടവരുടെ വിവരണം. അത് മാത്രമാണ് നമുക്ക് മുൻപിലുള്ള ഏറ്റവും നല്ല തെളിവ്. ദൃക്സാക്ഷികളുടെ വിവരണം. എന്താണ് ദൃക്സാക്ഷികളുടെ വിവരണം? 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത് ദൃക്സാക്ഷികളുടെ വിവരണമാണ്. പഴയ നിയമത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്, അത് പ്രവചനമായി പറയുന്നുണ്ട്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിലെല്ലാം അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നുണ്ട്. താൻ ക്രിസ്തുവിനെ കണ്ടതാണ് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ദൃക്സാക്ഷികളുടെ വിവരണം, സുവിശേഷങ്ങൾ. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം അത് ഒന്ന് കാര്യപ്രസക്തമായി അറിയില്ല, അറിയാമെങ്കിൽ തന്നെ നാം അത്ര ഗൗരവമാക്കാറില്ല. ഈ വചനം ദൈവം മനുഷ്യന് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നുവോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്മിക വളർച്ച. ഈ വചനം നാം വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ അത് സത്യമാകുന്നു. ബൈബിൾ മുഴുവൻ സത്യമാകുന്നു. അതിലെ ഓരോ പുസ്തകവും, അതിലെ ഓരോ അധ്യായവും, അതിലെ ഓരോ വാക്യങ്ങളും, അതിലെ ഓരോ വാക്കുകളും ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അത് ബൈബിൾ പറയുന്ന ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഇത്രയധികം അധ്വാനം ചെയ്ത് ഈ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത്.
ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. അവർ ചെയ്തതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. അവർക്ക് ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തെയും അവൻ്റെ ഹിതത്തെയും സംശയാതീതമായി അറിയുവാൻ ദൈവം മനുഷ്യന് നൽകിയ തൻ്റെ വചനമാകുന്നു ബൈബിൾ. ഇന്ന് ബൈബിൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ബൈബിൾ സത്യമാകുന്നു. വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യന് വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിച്ചത് സകലതും ഇതിലുണ്ട്. ഇനിയും എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടെങ്കിൽ അത് നിത്യതയിൽ മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ശ്രദ്ധിച്ചോണം, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. മതഗ്രന്ഥങ്ങളുണ്ട്. മതഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യരെഴുതിയതാണ്. അതിൽ നല്ല നല്ല പഠിപ്പീരുകളുണ്ട്, നല്ല നല്ല ആലോചനകളുണ്ട്. അത് മനുഷ്യരെഴുതിയതാണ്. എന്നാൽ ബൈബിൾ എഴുതിയത് മനുഷ്യനല്ല, ദൈവത്തിൻ്റെ വചനമാണ്. എങ്ങനെ അറിയുന്നത്? 2000 പ്രാവശ്യം നേരിട്ടും വീണ്ടും 2000 പ്രാവശ്യം പരോക്ഷമായും പറയുന്ന, അതായത് 4000 പ്രാവശ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. യഹോവ അരുളി ചെയ്തു, യഹോവ അരുളി ചെയ്തു, യഹോവ മോശയോട് അരുളി ചെയ്തു, യഹോവ അഹ്റോനോട് അരുളി ചെയ്തു, യഹോവ ദാവീദിനോട് അരുളി ചെയ്തു, യഹോവ അരുളി ചെയ്തു. 4000 പ്രാവശ്യം. ലോകത്തിൽ ഒരൊറ്റ പുസ്തകം കാണിക്ക് 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുള്ള കാണിക്ക് ഇല്ല. 4000 പ്രാവശ്യം, 31,000 വാക്യങ്ങളുള്ള ഈ പുസ്തകത്തിൽ 4000 പ്രാവശ്യം പറയുന്ന ഒരു വാചകമാണ് യഹോവ. ദൈവം അരുളി ചെയ്തു. ഇത് ദൈവം അരുളി ചെയ്തതാണ്. അപ്പം ഇതൊരു മതഗ്രന്ഥമല്ല പ്രിയമുള്ളവരെ. എങ്ങനെയോ അറിഞ്ഞോ അറിയാതെ നമ്മുടെ പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് മനുഷ്യനോട് പറയുവാൻ ഉള്ള കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബൈബിൾ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ലേഖകനായിരുന്ന് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ അധികാരവും ദൈവത്തിനാണ്. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ലേഖകൻ. അവൻ മനുഷ്യനെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തോടുള്ള നമ്മുടെ പ്രതികരണം പോലിരിക്കും, മനുഷ്യൻ്റെ പ്രതികരണം പോലിരിക്കും അവൻ്റെ നിത്യത എവിടെയാണ് ചെലവഴിക്കാൻ പോകുന്നത് എന്ന്. ഈ പുസ്തകത്തോടുള്ള പ്രതികരണം പോലെ ഇരിക്കും നമ്മുടെ നിത്യത. സ്വർഗത്തിലാണോ പോകുന്നത് നരകത്തിലാണോ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ഇതിനോടുള്ള പ്രതികരണം പോലിരിക്കും. ഗൗരവമുള്ള വിഷയമല്ലേ? നമ്മുടെ വിശ്വാസത്തിനും പെരുമാറ്റ രീതികൾക്കും ആധാരമായിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളാകുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. യേശു ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറയുമ്പോൾ സാരമില്ല, ഒഴിഞ്ഞു പോയേക്കാം എന്ന് ചിന്തിക്കുന്ന പ്രവണതയല്ല. എനിക്കറിയാം, കാരണം ഞാൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തിൽ അത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ്. ഇത് മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ കണ്ടിരുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടു. നാം എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ബൈബിളിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവവചനത്തെ നാം ചിന്തിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ബൈബിൾ ദൈവശ്വാസീയമാണ്. ഗോഡ് ബ്രീത്ഡ് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം ശ്വസിച്ചു എന്ന. ദൈവശ്വാസീയം, ദൈവം ശ്വസിച്ചതാണ് ബൈബിൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ
ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവം ശ്വസിച്ചതാണ് ഈ പറയുന്നതായിട്ടുള്ള ബൈബിൾ, ദൈവത്തിൻ്റെ വചനം. വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിലും അതുപോലെ തന്നെ എബ്രായ ഭാഷയിലുമുള്ള അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ശബ്ദം നൽകുക, ദൈവം സംസാരിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ ദൈവം പറയുന്നത് എടുത്തു പറയുക, ആ അർത്ഥമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്ര. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. സ്വയപ്രേരണയാൽ വന്നതല്ല, ഏതോ ആത്മീയ നിലവാരത്തിൽ പ്രചോദിതമായവരാൽ എഴുതപ്പെട്ടതല്ല ബൈബിൾ. ഞാൻ വീണ്ടും പറയട്ടെ, ഏതോ ആത്മീയ നിലവാരത്തിൽ അതല്ല. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഓരോരുത്തർക്ക് കൊടുത്തത്. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതിനെയാണ് ഇൻസ്പിറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇൻസ്പിറേഷൻ. അപ്പോൾ വ്യാഖ്യാനമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നിയതല്ല എന്ന അർത്ഥത്തിലാണ്. അപ്പം ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡാണ്, ദൈവാത്മപ്രേരിതം, ദൈവനിശ്വാസ്യം. ഈ ഇൻസ്പിറേഷൻ ആരോ പറഞ്ഞതായിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഒരു പായ്ക്കപ്പൽ പോലെയാണ്. നമ്മളിന്ന് പായ്ക്കപ്പൽ അധികം കാണാറില്ല. പായ്ക്കപ്പൽ അത് കാറ്റെങ്ങോട്ടത് അടിക്കുന്നോ അങ്ങോട്ടത് മൂവ് ചെയ്യും. പായ്ക്കപ്പലിന് അതിൻ്റെതായി ഒരു വിധത്തിലും മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. കാറ്റടിക്കുന്നു അതിനനുസരിച്ച് എന്ന് പറഞ്ഞതുപോലെയാണ് ബൈബിൾ എഴുതിയ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞത് എഴുതി, അത്രമാത്രം. അതുകൊണ്ട് ഇതെഴുതിയ ലേഖകരുടെ ഹൃദയത്തിലൂടെ, മനസ്സിലൂടെ, ആത്മാവിലൂടെ, വികാരങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ ദൈവവചനം നമുക്ക് ലഭിച്ചു. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട് ദൈവവചനം ഈ പ്രേരണ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് വാക്കുകൾക്കല്ല, അതിനകത്ത് ദൂതിന് മാത്രമേ ഉള്ളൂ എന്ന്. വാക്കുകളില്ലാതെ ദൂതില്ലല്ലോ, മണ്ടത്തരമാണ് പറയുന്നത്. വാക്കുകളില്ലാതെ ദൂതില്ല. വേറെ കുറേ പേര് പറഞ്ഞു ആത്മീയ കാര്യങ്ങളിൽ മാത്രമേ ദൈവനിശ്വാസ്യതയുള്ളൂ, ആത്മീയ കാര്യങ്ങളിലല്ല. വളരെ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. ചില ആളുകൾ പറയും 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി അവസാനിപ്പിച്ചതായി ഈ പുസ്തകം, അതിനുശേഷം ശാസ്ത്രം എത്രമാത്രം വളർന്നിരിക്കുന്നു, അപ്പം ശാസ്ത്രീയമായി കോമ്പറ്റബിൾ ആണോ, ശാസ്ത്രീയമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ശാസ്ത്രം എന്തു പറയുന്നു എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ അന്വേഷിക്കണം, അപ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ ബൈബിൾ എന്തു പറയുന്നു എന്ന് ശാസ്ത്രം അത് തമ്മിൽ നാം പൊരുത്തമില്ലാതെ കൊണ്ടുവരരുത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1820 മുതൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഹെർബർട്ട് സ്പെൻസർ. ഒരു 1902 നോബൽ പ്രൈസ് കിട്ടിയതായിട്ടുള്ള വ്യക്തിയാണ് ഈ ഹെർബർട്ട് സ്പെൻസർ. ദൈവവിശ്വാസമില്ലാത്തവനായിരുന്നു. ഈ നോബൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ കണ്ടുപിടുത്തത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന 5 കാര്യങ്ങളാണ്. അദ്ദേഹം പറയുകയാണ്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ 5 ഘടകങ്ങളാണ്, 5 കാര്യങ്ങളാണ്. 1 ടൈം, 2 ഫോഴ്സ്, 3 ആക്ഷൻ, 4 സ്പേസ്, 5 മാറ്റർ. മലയാളത്തിൽ പറഞ്ഞാൽ ടൈം സമയം അല്ലെങ്കിൽ കാലം, ഫോഴ്സ് ഊർജം, 3 ആക്ഷൻ പ്രവൃത്തി, 4 സ്പേസ് സ്ഥലം, മാറ്റർ പദാർത്ഥം. ഈ 5 ഘടകങ്ങളിലാണ് ശാസ്ത്രം നിൽക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു.
എന്നാൽ അദ്ദേഹം ജനിക്കുന്നതിന് 4000 വർഷം മുമ്പ് ബൈബിളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിന് 1902 ഈ നോബൽ പ്രൈസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ബൈബിൾ ആരംഭിക്കുന്നത് എങ്ങനെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി സമയം, ആദിയിൽ ദൈവം ഊർജം അല്ലെങ്കിൽ ഈ ഫോഴ്സ്, എനർജി, ആക്ഷൻ സൃഷ്ടിച്ചു. സ്പേസ് ആകാശം, മാറ്റർ എന്ന് പറയുന്നത് ഭൂമി. അപ്പം ബൈബിള് ശാസ്ത്രത്തിനെതിരല്ല, പക്ഷെ ശാസ്ത്രം പലപ്പോഴും അബദ്ധം കാണിക്കുമ്പോൾ ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. കാരണം ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് ഇത് ഇൻസ്പയർ ചെയ്തത് എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം, ബൈബിൾ അപ്രമാദിത്യമാണ്. ഇംഗ്ലീഷിൽ പറയും ഇൻഫാലിബിളാണ്, തെറ്റില്ലാത്തതാണ്. എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ, സുരക്ഷിതമായ, വിശ്വസനീയമായ നിത്യസത്യ നിയമം മാത്രമല്ല മാർഗദർശി ആയിരിക്കത്തക്കവണ്ണം ദൈവപ്രേരിതമാണ് ബൈബിൾ. ബൈബിൾ 100% തെറ്റില്ലാത്തതാണ്, യാതൊരു തെറ്റുമില്ല. ഇനി അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അത് അച്ചടിച്ചവൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയവൻ്റെ കുഴപ്പമാണ്. ദൈവം പറഞ്ഞു കൊടുത്തതായിട്ടുള്ള വചനം അതുപോലെ തെറ്റില്ലാത്തതാണ്. നാം വായിച്ച 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ന്യായപ്രമാണം തികവുള്ളത്, കുറ്റമറ്റത് എന്നാണ് അർത്ഥം. 18-ാം സങ്കീർത്തനത്തിൻ്റെ 30-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവവചനം തികവുള്ളത്, കുറ്റമറ്റത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഈ പുസ്തകത്തോട് അല്ലെങ്കിൽ ഈ വചനത്തോടുകൂടി ആരെങ്കിലും കൂട്ടിയാലും പ്രശ്നമാ, കുറച്ചാലും പ്രശ്നമാ. കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. വെളിപ്പാടുകൾക്ക് മുദ്രയിട്ടിരിക്കുന്നു. ഇനിയും ഒന്നും എഴുതണ്ട, തീർന്നു. ഇനിയും വെളിപ്പാടില്ല. ചില ആളുകൾ തെറ്റിച്ച് പഠിപ്പിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വെളിപ്പെട്ടു. ആർക്കും ഒന്നും പുതുതായി വെളിപ്പെടുന്നില്ല ബൈബിളിൻ്റെ അർത്ഥത്തിൽ. നമുക്കിന്ന് കിട്ടുന്നത് പ്രകാശിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. വെളിപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രകാശിപ്പിച്ചു തരിക, എൻലൈറ്റനിങ് മാത്രമേ ഉള്ളൂ. 3, ബൈബിൾ തെറ്റിക്കൂടാത്തതാണ്. ബൈബിളിലെ തെറ്റിക്കൂടായ്മ ഇനറൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തിരുവചനത്തിലെ എല്ലാ വാക്കും സത്യമാകുന്നു. ദൈവശ്വാസീയമായ, ദൈവാത്മപ്രേരിതമായ ആദ്യ കയ്യെഴുത്ത് പ്രതിയിലെ സകല വാക്കുകളും തെറ്റില്ലാത്തതും വ്യാജമല്ലാത്തതും പിശകില്ലാത്തതും കൃത്യവും മാത്രമാകുന്നു. ദൈവശ്വാസീയമായ ആദ്യ കയ്യെഴുത്ത് പ്രതിയിലെ എല്ലാ വാക്കുകളും തെറ്റില്ലാത്തതാണ്, വ്യാജമല്ലാത്തതാണ്, പിശകില്ലാത്തതാണ്, കൃത്യമാണ്. സദൃശവാക്യങ്ങൾ 30-ന്റെ 5-6 വാക്യങ്ങളിൽ വളരെ കൃത്യമായി നാം അത് വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 12-ന്റെ 6 അത് വായിക്കുന്നുണ്ട്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 140-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഇപ്പം ബൈബിൾ തെറ്റിക്കൂടാത്തതാണ്. 4, ബൈബിൾ സർവപര്യാപ്തമാണ്. ഇംഗ്ലീഷിൽ പറയും ഓൾ സഫിഷ്യൻറ്റ്. നമ്മൾ വായിച്ച 19-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, 7, 8, 9 വാക്യങ്ങളിൽ ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നിന്റെ ന്യായപ്രമാണം തികവുള്ളതാകുന്നു, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്, അല്ലെങ്കിൽ വീണ്ടും ജനിപ്പിക്കുവാൻ ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. മാത്രമല്ല, ഒരു അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദുഃഖിച്ചിരിക്കുന്ന ഹൃദയത്തിന് സന്തോഷം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ മനസ്സിലാക്കിത്തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം എപ്പോഴും സത്യമാകുന്നു. നോക്കണേ, 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ 6 അതിപ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ഇതൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരും. അപ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എബ്രായർ 4-12 ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വരെ തുളച്ചു ചെല്ലുന്നത്, അവന് മുൻപിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ബൈബിളിൻ്റെ ദൈവവിശ്വാസ്യതയോ, ഈ ഒരു വാചകം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ.
ബൈബിളിൻ്റെ ദൈവശ്വാസീയതയോ ബൈബിളിൻ്റെ അപ്രമാദിത്വമോ ബൈബിളിൻ്റെ തെറ്റിക്കൂടായ്മയോ ബൈബിളിൻ്റെ ആധികാരികതയോ അവിശ്വസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരുവന് ക്രിസ്ത്യാനിയായിരിക്കാൻ അവകാശമില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന ബൈബിളിനെ അതുപോലെ ദൈവവചനമായി അംഗീകരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവവചനമാകുന്ന ബൈബിളിൻ്റെ ദൈവാത്മപ്രേരിത അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ അതിൻ്റെ ഇൻഫാലിബിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്രമാദിത്വമോ അതിൻ്റെ ഇനറൻസിയോ അല്ലെങ്കിൽ തെറ്റില്ലായ്മയോ തെറ്റിക്കൂടായ്മയോ അതിൻ്റെ ഓൾ സഫിഷ്യൻസി സർവപര്യാപ്തതയോ അതിൻ്റെ ആധികാരികതയോ അവിശ്വസിക്കുകയോ സാരമില്ല എന്ന് കണ്ട് അവഗണിക്കുകയോ ചെയ്യുന്നവന് ഒരു ദൈവപൈതലായിരിക്കാൻ കഴിയില്ല. ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നാൾ ജീവിക്കാൻ സാധിക്കും അത്രയും നാൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ വളർന്നു വന്നത് ആകെ തെറ്റിദ്ധരിച്ച് ആകെ ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. നല്ല ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു, പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും അമ്മയൊക്കെ ആയിരുന്നു, വീട്ടിൽ തന്നെയായിരുന്നു ആരാധന, എല്ലാത്തിനും ഞാൻ മുൻപിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. ആരാണ് ശരി ആരാണ് തെറ്റ് ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. ബൈബിൾ കോളേജിൽ പോയി 5 വർഷം പഠിച്ചു. എത്രയും ചിന്താക്കുഴപ്പത്തിൽ അങ്ങോട്ട് പോയോ അതിൻ്റെ 100 ഇരട്ടി ചിന്താക്കുഴപ്പത്തിൽ ബൈബിൾ കോളേജിൽ നിന്ന് വെളിയിൽ വന്നു. അച്ഛന്മാരെ ക്ഷമിക്കുക, എല്ലാ ബൈബിൾ കോളേജും അങ്ങനെയല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ ബൈബിൾ കോളേജിൻ്റെ കുഴപ്പമല്ല. ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവവചനം പഠിപ്പിക്കുവാനായി എൻ്റെ മേൽ നിർബന്ധമുണ്ടായത്. അറിയാൻ വയ്യാത്ത ഞാൻ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ട് തന്നെ പഠിക്കുവാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തെ സമൂലം മാറ്റി. എൻ്റെ കുടുംബത്തിന് മാറ്റമുണ്ടായി. ദൈവവചനത്തിൽ കൃത്യതയുണ്ടായി, വ്യക്തതയുണ്ടായി, ഉറപ്പുണ്ടായി, ധൈര്യമുണ്ടായി. അങ്ങനെ ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. ഒരാഴ്ച നിങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ 8 ദിവസം, ഇവിടെ ആദ്യത്തെ ദിവസം വന്നിരിക്കുന്ന ആളുകൾ മിക്കവാറും 8 ദിവസം വരാൻ സാധ്യതയുണ്ട്. ഈ കൺവെൻഷന് മാത്രം വരുന്ന ആളുകൾ ഒടുവിലത്തെ 3 ദിവസം വരത്തുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ പ്രയോജനമുണ്ടാകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ദൈവവചനത്തിൻ്റെ ഈ അതുല്യത, അതിൻ്റെ ആധികാരികത, അതിൻ്റെ ദൈവശ്വാസീയത, അതിൻ്റെ അപ്രമാദിത്വം, അതിൻ്റെ സർവപര്യാപ്തത നിങ്ങൾ വിശ്വസിക്കണം, അംഗീകരിക്കണം. ഇതൊരു സാധാരണ പുസ്തകമല്ല. ഇന്ന് ഇതിന് എതിരെന്നല്ല ഞാൻ പറയത്തില്ല, ഇതിന് പകരമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതിന് പകരമായി ആരാധനയും മറ്റും കൂടുതൽ രസകരമാക്കുക അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണത്. ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആക്കണം. അതുപോലെ തന്നെ മനഃശാസ്ത്രം, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവവചനത്തെ നമുക്കങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ ഈ വചനം വളരെയേറെ സഭയ്ക്കുള്ളിൽ തന്നെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് രാത്രി ഞാൻ ഒടുവിലായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ബൈബിൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്കുള്ളിൽ. എങ്ങനെ? ആദ്യമുണ്ടായ ആക്രമണം ബൈബിളിനേക്കാൾ അധികാരം സഭയ്ക്കാകുന്നു എന്ന പഠിപ്പീര് വന്നു. റോമൻ സഭയാണ് ഈ പഠിപ്പീര് കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ നേതാക്കൾക്ക് അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ
അവർ പറഞ്ഞു മതാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മതി, സഭയാണ് വചനം അല്ലെങ്കിൽ ബൈബിൾ കൊണ്ടുവന്നത്, ആയതിനാൽ ഇന്നും സഭാ നേതൃത്വം പറയുന്നതാണ് വചനം. ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി. സഭ പറയുന്നതാണ്, വചനം പറയുന്നത് രണ്ടാമത്. അതുകൊണ്ട് സഭാ നേതൃത്വം പറയുന്ന അവരുടെ കൽപ്പനകളോ ലേഖനങ്ങളോ, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്, അത് സഭാപിതാക്കന്മാർ പറയുന്നത് ഇന്നും അംഗീകരിക്കണം. അങ്ങനെയാണ് ദുരാചാരങ്ങൾ മുഴുവൻ സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയത്. ദൈവവചനത്തിന് പ്രാധാന്യമില്ലാത്ത, പ്രാമുഖ്യമില്ലാത്ത സ്ഥിതിവിശേഷമുണ്ടായി. സഭ ഓർക്കണം, സഭ ദൈവവചനത്തിനനുസരിച്ച് സഭ പോകുന്നുവെങ്കിൽ അംഗീകരിക്കുക. ദൈവവചനത്തിന് വിരുദ്ധമായി പോയാൽ അത് തെറ്റാണെന്ന് പറയുക. ഈ കഴിഞ്ഞ വർഷം ഞാൻ ആഫ്രിക്കയിൽ ഒരു രാജ്യത്ത് പല പ്രാവശ്യം പോയി. ആ രാജ്യത്തെ പകുതി ജനങ്ങൾ, 50% ജനങ്ങൾ ഒരു സഭാവിഭാഗത്തിലുള്ളവരാ. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർത്തഡോക്സ്, നമ്മുടെ ഓർത്തഡോക്സ്, കേരളത്തിലെ ഓർത്തഡോക്സുകാരല്ല, അത് എനിക്ക് തോന്നുന്നു കോപ്റ്റിക്കാണെന്ന് തോന്നുന്നു. ഓർത്തഡോക്സ് സഭകൾ ഒരുപാടുണ്ട്. ഓർത്തഡോക്സ് സഭകൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ കോപ്റ്റിക് ഓർത്തഡോക്സ് ഉണ്ട്, സിറിയൻ ഓർത്തഡോക്സിൻ്റെ ഭാഗമാണ് കേരളത്തിലെ സഭ. ഏതായാലും ഈ 6 കോടി വരുന്ന ഈ ഓർത്തഡോക്സ് ജനങ്ങൾ, 6 കോടിയുണ്ട് അവർ, 6 കോടി. കേരളത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3 കോടി ഇല്ലേ? 6 കോടി വരുന്ന ഈ പോപ്പുലേഷന് 1,20,000 പ്രീസ്റ്റ് ഉണ്ട്. പുരോഹിതന്മാർ നമ്മൾ പറയുന്നത് 1,20,000 പ്രീസ്റ്റ് ഉണ്ട്. ആധികാരികമായ സോഴ്സിൽ നിന്നും എന്നോട് അവർ പറഞ്ഞത്, അവരുടെ അകത്തു നിന്നുള്ളവർ തന്നെ പറഞ്ഞതാ, ഈ 1,20,000 പ്രീസ്റ്റിൽ 95% ബൈബിൾ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും കണ്ടിട്ടില്ല. എന്നെ കാരണം എന്നറിയാമോ? സഭ ഒരു പുസ്തകം അടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ചൊല്ലിക്കോണം, വീട്ടിൽ പൊക്കോണം. ഈ പുസ്തകത്തിലെ മാത്രം മതി. അതെന്താ അടിച്ചിരിക്കുന്നത്, വായിക്കുന്നവന് പോലും അറിയത്തില്ല. ആ ഭയാനകമായ സ്ഥിതിവിശേഷം, സഭയുടെ അധികാരം കയറി വന്നു. വചനത്തെക്കാൾ വലുത് സഭ എന്നുള്ളത് വന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് 17-18 നൂറ്റാണ്ടുകളായപ്പോൾ ഈ സഭയുടെ നേതൃത്വത്തെ അറ്റാക്ക് ചെയ്തതാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം ഉണ്ടായത്, മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിലുണ്ടായത്. ആ നവീകരണ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അത് ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വെളിയിൽ വന്നു. പ്രൊട്ടസ്റ്റൻ്റ് സഭ വന്നു. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് സഭ 17-18 നൂറ്റാണ്ടുകളിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് യുക്തിപൂർവമായ അധികാരം. ഒന്ന് സഭയുടെ അധികാരം, മറ്റേ യുക്തിപൂർവമായ അധികാരം. എന്താണ് യുക്തിപൂർവമായ അധികാരം? എൻ്റെ തലയ്ക്കുള്ളിൽ ഒതുങ്ങുന്നത് അംഗീകരിക്കുക, അതിന് വെളിയിലുള്ളതൊക്കെ കളഞ്ഞേക്കുക. ആത്മീയം അലൗകികം എന്നുള്ളതിന് പകരം യുക്തി എന്നത് കൊണ്ടുവന്നു. എങ്കിൽ മാത്രമേ കാലോചിതമായി ബൈബിൾ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കൂ എന്ന ലിബറൽ ചിന്താഗതി, നവീകരണം എന്ന് അവരതിനെ വിളിക്കുന്നത്, അതിനകത്ത് യാതൊരു നവീകരണവും ഇല്ലാത്തതാണ്. ദൈവവചനത്തെ അവഗണിക്കുന്ന, ഇതിനകത്തെ വചനത്തിൻ്റെ ആധികാരികതയും വിശ്വസനീയതയും അവഗണിക്കുന്ന ഒരു സമൂഹമുണ്ടായി. ജർമ്മനിയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. യേശു ചരിത്ര പുരുഷനാണെന്നോ മോശയിക ഗ്രന്ഥകർത്തൃത്വമോ ഇതുപോലെയുള്ള പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളോ അവർ അംഗീകരിക്കുന്നില്ല. അതിനെല്ലാം അവരുടേതായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. അത്ഭുതങ്ങളെല്ലാം അവർ ചോദ്യം ചെയ്യും. ഒരത്ഭുതത്തിനും അത് ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമായിട്ട് അവർ അംഗീകരിക്കില്ല. മറിച്ച് അവരുടേതായിട്ടുള്ള വിശദീകരണം, യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിശദീകരണം അവർ കൊണ്ടുവരും. എന്നിട്ട് ജനങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ അത്ഭുതം എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്ന് പഠിപ്പിക്കും. യേശു അത്ഭുതമൊന്നും ചെയ്തില്ല എന്ന് പഠിപ്പിക്കും. ഒരു ഉദാഹരണത്തിന് 5 അപ്പം കൊണ്ട് 5000 പേര്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന ആ സംഭവത്തിന് കൊടുക്കുന്ന വിശദീകരണം ഞാൻ പറയാം. ഇതുപോലെ എല്ലാ അത്ഭുതങ്ങൾക്കും, ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾക്കും അവർക്ക് അവരുടേതായുള്ള വിശദീകരണമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അവർ കൊടുക്കുന്ന വിശദീകരണം,
യേശു ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പെരുപ്പിച്ചിട്ട് അല്ലെങ്കിൽ അത് പൊലിപ്പിച്ചിട്ട് കൊടുത്തതല്ല. പിന്നെയോ ഇത്രയും ആൾ കൂടിയിരുന്നപ്പം അവർ പരസ്യമായി ചോദിച്ചു, ആരുടെ കയ്യിലെങ്കിലും അപ്പം ഉണ്ടോയെന്ന്. എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കൊടുക്കാൻ ആർക്കും മനസ്സില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ കൊച്ചു ബാലൻ അവൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ 5 അപ്പവും 2 മീനുമുണ്ട്, ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അവനത് കൊണ്ടുവന്ന് മുൻപിലിട്ടപ്പം ബാക്കി കൊണ്ടുവന്നിരുന്നവരെല്ലാം നാണം കെട്ടുപോയി. അവർ കൊണ്ടുവന്ന എല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിട്ടു, അവർ കഴിച്ചതാണ്, അല്ല യേശു അവിടെ ഒന്നും ചെയ്തില്ല എന്ന്. ഇതാ പഠിപ്പീര്. ഇതുപോലെ എല്ലാ അത്ഭുതങ്ങൾക്കും വിശദീകരണമുണ്ട്. സത്യമെന്നാൽ ഇവർ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾക്ക് തോന്നുന്നതും നിങ്ങൾക്ക് സംഭവിക്കുന്നതുമാ, അതിനപ്പുറത്തേക്ക് ബൈബിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന്. ഒരു വലിയ സബ്ജക്റ്റാണ്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ 17-18 നൂറ്റാണ്ടിൽ ഇത് സംഭവിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ കൾട്ടുകൾ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, യഹോവ സാക്ഷികളെന്നോ മോർമണിസം എന്നോ ഒരുപാട് കൾട്ടുകൾ രൂപം കൊണ്ടു. എങ്ങനെയാണെന്നറിയാമോ? ദൈവവചനത്തെ അവഗണിച്ചതിൻ്റെ ഫലമാണ്. 20-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ അതിനേക്കാളിൽ ഭയാനകമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷിൽ പറയും എക്സ്പീരിയൻഷ്യലിസം എന്ന് പറയും, അനുഭവങ്ങൾ. ബൈബിൾ എന്തു പറയുന്നു എന്നല്ല, ദൈവം എന്നോട് എന്തു പറയുന്നു എന്ന് എനിക്ക് തോന്നുന്നതാണ് പ്രധാനപ്പെട്ടത്. അതിനെയാണ് എക്സ്പീരിയൻഷ്യലിസം എന്ന് പറയുന്നത്. ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളതല്ല. എൻ്റെ അനുഭവം, ഞാൻ ചില വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചോദിക്കും, വല്ലതും കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ണടച്ചിരിക്കുമ്പോൾ സാധാരണ ഞാൻ ഒന്നും കാണാറില്ല. അല്ല, വല്ലതും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, അത് ഞാൻ എങ്ങനെ അറിയുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, അല്ല ഒന്നും ഇരിപ്പില്ല. ഇതൊരു മഹാശല്യമായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവൻ കൂടോത്രം ഇറക്കാനും പിന്നെ ഇതുപോലെ സാത്താനെ അല്ലെങ്കിൽ പിശാചിനെ ഇറക്കാനും ഭൂതത്തെ ഇറക്കാനും ഇതാ അവൻ്റെ പണിയായിട്ടങ്ങ് മാറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് അതാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തുമാർഗം യഥാർത്ഥ അനുഭവങ്ങളെ നിരാകരിക്കില്ല. എന്നാൽ എപ്പോഴും അനുഭവങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. ദൈവവചനമാണ് അളവുപോലെ. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പാക്കണം. ഈ പറയുന്ന ആളുകൾ ഒരുപാട് ഇമോഷണലിസം മനസ്സിലായില്ല, ഒരുപാട് ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ അത് ആത്മീയതയാണെന്ന് ചിന്തിക്കുന്ന തെറ്റായ പ്രവണത, വൈകാരിക വിസ്ഫോടനം, ഇതങ്ങ് പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രത്യക്ഷത്തിൽ, ഈ പറയുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ ഇത് കരസ്മാറ്റിക് മൂവ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 1901 ഇതിൻ്റെ ആരംഭം കുറിക്കുന്നത്, അവരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് 1901. ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്നാണിത്. ദൈവവചനം പഠിപ്പിക്കുന്ന പല സഭാവിഭാഗങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല. കാരണം ദൈവവചനത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. ഈ പറയുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ ദൈവവചനത്തിൻ്റെ ആധികാരികതയെ അവഗണിക്കുന്നില്ലെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളുടെയും തോന്നലുകളുടെയും വെളിപ്പാടുകൾ എന്നവർ പറയുന്ന ചിലതിൻ്റെയും അടിയിൽ ദൈവവചനം കുഴിച്ചിടപ്പെട്ടിരിക്കുക. ഇവർ ദൈവവചനത്തിൻ്റെ ആധികാരികതയൊന്നും പ്രത്യക്ഷത്തിൽ നിരാകരിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. എന്നാൽ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളുടെയും തോന്നലുകളുടെയും വെളിപ്പാടുകളും എന്നവർ പറയുന്ന ചിലതിൻ്റെയും അടിയിൽ ദൈവവചനം കുഴിച്ചിടപ്പെട്ടിരിക്കുക. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവവചനം എഴുതി മുദ്രയിട്ടിരിക്കുക. ഇന്ന് പുതിയ വെളിപ്പാടുകളുടെ ആവശ്യമില്ല. കാരണം വെളിപ്പാടുകൾ ഇതിനോടുകൂടെ ഒന്നും കൂട്ടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എല്ലാം ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യം ഇതിൽ നിന്നുള്ള പ്രകാശനമാണ്. അപ്പം വചനം അനുഭവങ്ങളെ തെളിയിക്കുവാനുള്ള ഒരു ഉപകരണമായി ഇവർ ഉപയോഗിക്കുന്നു. വചനം ഈ പറയുന്നതായിട്ടുള്ള
അനുഭവങ്ങളെ തെളിയിക്കുവാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് എവിടുന്നെങ്കിലും ഒരു മുറി വചനം എടുത്തിട്ട് പറയും, ദാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതാണ് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. ദൈവവചനം കൃത്യമായി വ്യക്തമായി പഠിക്കുന്നില്ല. അത് അവർക്ക് പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ പിതാക്കന്മാർ എഴുതിയതായിട്ടുള്ള നല്ല തിയോളജിക്കൽ ബുക്സൊക്കെ ഇന്നത്തെ കാലത്ത് ഈ വക കാര്യങ്ങളൊക്കെ നിരാകരിച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അനുഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഈ 1970-80 കാലയളവിലാണ് ഇത് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ആൾ ഇവിടെ കൊണ്ടുവരും. കള്ളത്തരം, 100% കള്ളത്തരം. കാരണം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യനെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിരിക്കാം. പള്ളിപ്പണിക്ക് പൈസ തികയാതെ വന്നു കഴിഞ്ഞപ്പം ആളുകൾ കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഒരു ദിവസം രാവിലെ ആരാധനയ്ക്ക് വന്നപ്പം പിറ്റേ ദിവസം ദൈവം സംസാരിച്ചത് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു. നിങ്ങളെല്ലാം കേട്ട് കാണുമായിരിക്കും അല്ലേ? എനിക്ക് വിചിത്രമായി തോന്നുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കള്ളത്തരം കാണിച്ചിട്ടും അയാളുടെ കൂടെ പോകുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല. അപ്പം മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? ദൈവവചനം കൃത്യമായി വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു മനുഷ്യനും എക്സ്ട്രാ ഈ പറയുന്ന ഒരു കാര്യവും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഓർക്കണം, ദൈവവചനത്തിലുണ്ട് അത്. അപ്പം 1980 കാലയളവായി കഴിഞ്ഞപ്പോഴേക്കും 1990 ഈ എക്സ്പീരിയൻഷ്യലിസം വന്ന കരസ്മാറ്റിക് മൂവ്മെൻറ്റ് തികച്ചും ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ്, അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനുശേഷം വന്നതാണ് നിഗൂഢാത്മകത്വം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. 1980-കളിലാണ് ഇത് കൂടുതലും വന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അതിശയങ്ങൾ പ്രവർത്തിക്കുക. ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു, ദൈവം ഇന്നും രോഗം സൗഖ്യമാക്കുന്നു. ഞാൻ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. എനിക്കതിനകത്ത് ഒരു സംശയവുമില്ല. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. 1911 ഞാൻ എൻ്റെ ഭാര്യയുമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഈ സ്ത്രീക്ക് ക്യാൻസറാണ്, കൂടി വന്നാൽ ഇവർ 6 മാസം ജീവിക്കും. കാരണം ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. 6 മാസം 1911 ജൂൺ മാസത്തിൽ പറഞ്ഞതാണ്. ഇന്ന് 2025 ദൈവകൃപയാൽ ഇന്നും ആ സ്ത്രീ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. ഓക്കെ, ക്യാൻസറിൻ്റേതായിട്ടുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ പറയുന്നുണ്ട് ക്യാൻസർ ആളിനില്ലെന്ന്. കഴിഞ്ഞ 10 വർഷമായിട്ട് പറയും. അപ്പോൾ ദൈവം രോഗം സൗഖ്യമാക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. ആദിമ നൂറ്റാണ്ടിൽ ദൈവം പ്രവർത്തിച്ച വിധമല്ല ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സായിട്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഹോൾസെയിൽ ഡീലേഴ്സായിട്ട് വരുന്നവരെ സൂക്ഷിക്കുക. ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, വിചിത്രമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ദൈവവചനത്തിൻ്റെ കാലം കഴിഞ്ഞു. ഒരു വലിയ ക്രൗഡിൽ അദ്ദേഹം പറഞ്ഞു, ദൈവവചനത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലമാകുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നേരം എൻ്റെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. എന്ന് ദൈവവചനത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നു, അങ്ങനെയുള്ളവർ 100% തെറ്റാണ് പറയുന്നത്. അത് വിശദമായി പഠിപ്പിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ആ വിഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പം നിഗൂഢാത്മകത്വം അല്ലെങ്കിൽ ഈ പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാകുന്നു ഇന്ന് പ്രധാനപ്പെട്ടത് എന്ന് പഠിപ്പിക്കുന്നത് 1980 തൊട്ട് കയറിയതാണ്. പിന്നീട് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജീവിതവും ആത്മീയതയും എല്ലാം അസാധാരണ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർക്ക്. 1900 ഈ അടുത്ത കാലത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ഉപഭോക്ത കേന്ദ്രീകൃത കൂട്ടങ്ങൾ, കൺസ്യൂമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കൂട്ടങ്ങൾ ഇന്ന് ദൈവവചനത്തിൻ്റെ ആധികാരികതയേക്കാൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും വിപണന തന്ത്രങ്ങൾക്കുമായി അധികാരം. എങ്ങനെ ആളുകളെ പിടിച്ച് കൂടെ നിർത്താമെന്നതായി ചിന്ത. ദൈവവചനം പഠിപ്പിക്കില്ല. അതിനു വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും?
അതുകൊണ്ട് ഒരുപാട് ആൾ കൂടുന്നതിനാൽ നല്ലതാകുന്നു എന്ന് തോന്നാം. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉയ്യോ എന്തോ വേല ചെയ്ത് എന്ത് ആളുകൾ കൂടുന്നുണ്ട്. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് റോമാലേഖനം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. അവർക്ക്, യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്, അവർക്ക് എരിവ് ഒത്തിരിയുണ്ട്, അവർക്ക് ആവേശം ഒത്തിരിയുണ്ട്. പക്ഷേ ദൈവവുമായി ബന്ധപ്പെട്ട ആവേശമല്ല എരിവ്. ഒരുപാട് ആവേശം കാണിക്കുന്നവരെ സൂക്ഷിച്ചോണം. കാരണം എന്താണെന്നറിയാമോ? ഈ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അഡോൾഫ് ഹിറ്റ്ലർ എവിടെ പ്രസംഗിക്കാൻ കയറി നിന്നാലും പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു, ഗോഡ് ടോൾഡ് മീ. അങ്ങനെ പറയുന്നത്, ജർമ്മൻകാരോട് പറയുന്നത്, ദൈവം എന്നോട് പറഞ്ഞു. അഡോൾഫ് ഹിറ്റ്ലർ പറയുന്ന എത്ര ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കിയെന്നറിയാം. അദ്ദേഹത്തിന് കൂടെ ഉള്ളൊരു പട്ടാളക്കാരൻ ഒരു ബാഗും ചുമ്മിക്കൊണ്ട് പോകും. ആ ബാഗിനകത്ത് മുഴുവൻ കണ്ണാടികളാണ്, ഈ വായിക്കുന്ന കണ്ണാടി. ഈ അഡോൾഫ് ഹിറ്റ്ലർ പ്രസംഗിക്കാൻ കയറി ആവേശം മൂത്തിട്ട് കണ്ണാടി അടിച്ചു പൊട്ടിക്കും. ഒരു പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് 3 കണ്ണാടി 4 കണ്ണാടി പൊട്ടിക്കും. അതുകൊണ്ട് ഈ വേറെ വേറെ കണ്ണാടി കൊടുക്കാനായിട്ടായി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ആവേശം ഒത്തിരി കാണിക്കുന്ന ആളുകളെ സൂക്ഷിച്ചോണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ പൗലോസ് പറയുകയാണ്, യഹൂദന്മാർക്ക് ഒരുപാട് എരിവുണ്ട്, അത് പക്ഷേ ദൈവത്തിൽ നിന്നാകണമെന്നില്ല. ദൈവവചനത്തിൻ്റെ ആധികാരികതയോ അഖണ്ഡതയോ അപ്രമാദിത്വമോ ആ ദൈവനിശ്വാസ്യതയോ അവഗണിക്കുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളും കുടുംബങ്ങളും സഭകളും ആപത്തിലാണ്, അവർക്ക് ശിക്ഷ ഉറപ്പാണ്. കാരണം ദൈവം അങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവവചനത്തിൻ്റെ ആധികാരികതയോ അഖണ്ഡതയോ അപ്രമാദിത്വമോ ദൈവനിശ്വാസ്യതയോ അവഗണിക്കുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളും കുടുംബങ്ങളും സഭകളും അത്യാപത്തിലാണ്. നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഒരു പ്രധാന കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും ദൈവവചനം പ്രധാനപ്പെട്ടതായിരുന്നു. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, വചനം വായിക്കുമായിരുന്നു, പള്ളിയിൽ പോയി വചനം കേൾക്കുമായിരുന്നു, എല്ലാം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയതോടുകൂടി സമയം മാറിയതുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല. ആപത്ത്. ഒരു ചരിത്രം മാത്രം പറഞ്ഞിട്ട് നിർത്തട്ടെ. എഴുതിയിരിക്കുന്നത് ഏലിയാവ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഏലിയാവ് കർമ്മേലിൻ്റെ മലമുകളിൽ നിന്നുകൊണ്ട് യഹോവ ജീവനുള്ള ദൈവമാകുന്നു സ്ഥാപിക്കാനായിട്ടുള്ള ഒരു യാഗമർപ്പിക്കുകയാണ്. ആ യാഗമർപ്പിക്കുമ്പോൾ അവിടെ തെളിഞ്ഞു യഹോവ ദൈവമാകുന്നു. എന്നാൽ 450 പേര് പറയുന്ന യഹൂദന്മാരാ. ഈ 450 യഹോവയെ അറിഞ്ഞ ആളുകൾ അവർ ബാലിൻ്റെ പ്രവാചകന്മാരായി ഇസബേൽ കൊടുക്കുന്നതായിട്ടുള്ള അപ്പനുറുക്കുകളും തിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ 450 പേര് ഏലിയാവിന് എതിരായിട്ട് നിന്നു. ഏലിയാവ് തനിയെ നിന്നു. ദൈവവചനവുമായി നിന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ അത് പോരായിരുന്നോ? ഇല്ല. ദൈവം പറഞ്ഞു എല്ലാത്തിനെയും തീർത്തേക്കാൻ പറഞ്ഞു. അത് പഴയ നിയമ യുഗം. ഓക്കെ, ഇന്നത് തീർക്കാൻ സാധിക്കില്ല. തനിയെ തീർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നത്. സൂക്ഷിക്കണം. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, നാം വായിച്ച 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം. ഈ ഒരാഴ്ച മുഴുവൻ നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം ഗൗരവത്തോടെ എടുത്താട്ടെ പ്രിയമുള്ളവരെ. കഴിവുള്ളിടത്തോളം ബൈബിളുമായി കടന്നു വന്നാട്ടെ. കൺവെൻഷനിൽ ബൈബിളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കുറിച്ചെടുത്താട്ടെ, വായിച്ചാട്ടെ. ബൈബിളിനോടൊരു അതിപരിചയം പാടില്ല. ബൈബിള് ദൈവത്തിൻ്റെ വചനമാണ്, നമ്മുടെ നന്മയ്ക്കായി തന്നതാണ്. നമ്മുടെ വ്യക്തിപരമായും കുടുംബമായും സഭയായും സമൂഹമായും അനുഗ്രഹം പ്രാപിക്കാൻ തന്നതാണ്. ബൈബിളിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ സർവപര്യാപ്തതയെക്കുറിച്ച് പറഞ്ഞിട്ട് ദാവീദ് സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പാടി: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. അവനെന്താ പറയുന്നത് അറിയാം? മേക്ക് മീ എ മാൻ ഓഫ് ദ വേർഡ്. എന്നെ നീ വചനത്തിൻ്റെ ഒരു മനുഷ്യനാക്കണേ. എന്നെ നീ വചനത്തിൻ്റെ ഒരു പുരുഷനാക്കണേ. എന്നെ നീ വചനത്തിൻ്റെ ഒരു സ്ത്രീയാക്കണേ.
എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വചനത്തിന് ചേരുന്നതായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വചനത്തിന് ചേരുന്നതാകട്ടെ. എൻ്റെ തലയിൽ ഉരുത്തിരിയുന്ന ചിന്തകൾ വചനത്തിന് ചേരുന്നതാകട്ടെ. മേക്ക് മീ എ മാൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നാം കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ അത് ഒരു ആഘോഷമായി തീരാതെ അതൊരനുഭവമായി തീരുവാൻ നമുക്ക് സാധിക്കണം. തലകൾ വണക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. നമ്മുടെ പ്രാർത്ഥന 19 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യമായി തീരട്ടെ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ കൊതിയോടെ വളരെ ത്യാഗത്തോടെ കർത്താവേ വേണ്ടത്ര ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നിട്ടും ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് അവർ മുൻപോട്ടിറങ്ങി ചെയ്തതായിട്ടുള്ള പ്രവർത്തനം ഈ തലമുറയിലായിരിക്കുന്ന ഞങ്ങൾ അതിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോയാൽ ഞങ്ങളുടെ തലമുറകൾ നാശത്തിലേക്ക് പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ കാണിച്ചു തന്ന നല്ല മാതൃക പിൻപറ്റുവാൻ, അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായി കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള പ്രീതിയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭാവവും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ ആശീർവാദം സ്വീകരിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും മാറിപ്പോകാത്ത പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും വാഴ്വും പ്രിയമുള്ളവരെ നമ്മോടെല്ലാവരോടും കാലാവസാനത്തോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.